പാരന്റ്? പറഞ്ഞു, പേടിക്കുന്നു വേണ്ട, ധൈര്യത്തിൽ പറഞ്ഞത് ശരിയാണ്, ശരിയാ തെറ്റെന്തായാലും കുഴപ്പമില്ല, പറഞ്ഞു. എങ്ങനെ? അതെ, ആ അതെ, നമ്മൾ എന്താക്കണം, മക്കളെ എങ്ങനെ വളർത്തേണ്ടതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അടുത്ത ചോദ്യം, എപ്പോഴാണ് നമ്മൾ പാരന്റിങ് പഠിക്കേണ്ടത്? ജനിക്കുന്നതിന് മുമ്പേ. നെക്സ്റ്റ് പറഞ്ഞു. എങ്ങനെ? പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത്. കല്യാണത്തിന് ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ, അല്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത് ആണോ? മുന്നേ, കല്യാണത്തിന് മുമ്പ്. എല്ലാവരും അങ്ങനെ തന്നെയാണോ? ഫീസ് തന്നെയാണോ? സംശയത്താ ഇല്ലല്ലേ? പക്ഷെ നമ്മുടെ പാരന്റിങ് ക്ലാസ് എപ്പോഴും അറ്റൻഡ് ചെയ്ത് ആ ഒരു കുട്ടി ജനിച്ച് സ്കൂളിൽ പോയാൽ ജനിച്ചിട്ട് അങ്ങനെയല്ല. ഞാനൊക്കെ അങ്ങനെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാരന്റിങ് ക്ലാസ് കേട്ടത് ഫസ്റ്റ് സ്കൂളിലെ മീറ്റിംഗ് അല്ല, ശരിക്കും അങ്ങനെയല്ല. അതുകൊണ്ട് എന്റെ മക്കളിപ്പോ എന്താണ്, നമ്മുടെ അന്നത്തെ ജനറേഷൻ പിന്നെ സാറില്ല, വീട്ടിലെ പാരന്റിങ് സ്റ്റൈൽ അവര് അതായിട്ട് ആക്സെപ്റ്റൻസ് ഉണ്ട് അല്ലെ? പണ്ടത്തെ ജോയിന്റ് ഫാമിലി സംഭവങ്ങളൊന്നും അല്ല. ന്യൂക്ലിയർ ഫാമിലി, എല്ലാം സിംഗിൾ ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ ഉത്തരവാദിത്വം ഒന്നും കൂടെ ഇല്ല അല്ലെ? അപ്പൊ ഞങ്ങള് 4 ടൈപ്സ് ഓഫ്, അതായത് ഇത്ര പാരന്റിങ്ങിൽ കുട്ടികളുടെ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റ് ഓരോ പാരന്റ്സിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ 4 തരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 പാരന്റിങ് സ്റ്റൈൽസിലാണ്. അപ്പൊ ഏത് പാരന്റിങ് നമ്മൾ ചൂസ് ചെയ്യണം? ഖുറാനിൽ ഏതാണോ പറയുക, ശരിക്കും ഖുറാനിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള നമ്മൾ ഏത് പാരന്റിങ് ചൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ മനസ്സിൽ തൃപ്തി തോന്നുന്നത് മാത്രമാണ് നമ്മൾ പാരന്റിങ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കള് ഇന്ന് നമ്മുടെ കയ്യിലില്ല. അവരുള്ളത് എവിടെയാണ്? ജനറേഷന്റെ കൂടെയാണ്. ജനറേഷൻ എന്താണ്, ഈ AI ടെക്നോളജി എന്താണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിന്റെ കൂടെയാണ് മക്കൾ ഉള്ളത്. അത് സംശയമൊന്നും വേണ്ട അല്ലെ? അത് ചില പാരന്റ് ഉണ്ട്, തീരെ പാരന്റ്സ് ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നല്ല പറയുന്നത്. ചില മക്കള്, അതായത് ഞാൻ പറഞ്ഞത് ഈ 4 ടൈപ്സ് ഓഫ് പാരന്റിങ് സ്റ്റൈൽസിൽ ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ അതില് കറക്റ്റ് പാരന്റിങ് ചെയ്യുന്നുള്ളൂ. ബാക്കി 3 വിഭാഗവും ആയിട്ടൊന്നും എനിക്ക് അതിനെ പറയാനുള്ളത്. അറിയാം, എന്റെ ഉസ്താദൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് രക്ഷിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കളോട് കിട്ടണം അല്ലെ? അത് ആര് വിചാരിക്കണം? പാരന്റ്സ് വിചാരിക്കണം. നമ്മള് വിചാരിക്കണ്ട, ആ മദ്രസയിൽ വിടുന്നുണ്ട്, സ്കൂളിൽ വിടുന്നുണ്ട്, കുട്ടികൾ അതായിട്ട് വരും തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല. അതൊക്കെ എന്താണ്, ടെമ്പററി അല്ലെ? പെർമനന്റ് ആവണമെങ്കിൽ ഫസ്റ്റ് പാരന്റ്സ് മാറണം, നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ മാറണം. എല്ലാവരെയും നമ്മൾ ആഗ്രഹിക്കുന്ന മക്കള് നമുക്ക് കിട്ടൂല. ഞാൻ പറഞ്ഞല്ലോ, അവര് വേറെ ടെക്നോളജിന്റെ കൂടെയുള്ള ജനറേഷന്റെ കൂടെയാണ് മക്കളുള്ളത്. ആരും തന്നെ കരുതണ്ട, നമ്മൾ വിചാരിക്കുന്ന മക്കൾ അവർ കനിയായി വരും. ആരും വിചാരിക്കണം. അതിന് വേണ്ടിയിട്ട് അത്രയും ഹാർഡ്, സിമ്പിളാണ്. നമ്മൾ വലിയ സംഭവമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഡിഫിക്കൽട്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇന്നിവിടുത്തെ പാരന്റ്സിന് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മക്കളുടെ ഭാഗത്ത് വേണ്ടിയിട്ടല്ലേ? അവർ പോസിറ്റീവ് ചിന്താഗതിയോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന പാരന്റിങ് ശരിയാണെന്ന് നമുക്ക് അറിയില്ല. ചില ആൾക്കാർ ചോദിക്കും, വന്നിട്ട് തന്നെ ചോദിക്കും, എന്റെ മോൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്റെ മകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ശരിക്കും എന്താ ചെയ്യേണ്ടി അവർക്ക് അറിയുന്നില്ല. എന്താണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, കുട്ടിക്ക് വേണമെന്നെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതാക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ എന്താണ് കിട്ടുന്നത്? പ്രോപ്പർ പാരന്റിങ് അല്ല. അതാ പ്രശ്നം. അപ്പൊ അത് അവർക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ എല്ലാ ഉപ്പമാരും എല്ലാവരും ഉള്ളത്. എല്ലാവരും എല്ലാവരുടെ പ്രശ്നത്തിലും പ്രയാസത്തിലാണ്. വലിയ കേസിലേക്കൊന്നും പോട്ടെ, അതായത് വലിയ വയസ്സായിട്ട് കുട്ടികൾ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു അതിലേക്കൊന്നും പോട്ടെ. ചെറിയ ചെറിയ കുട്ടികൾ ഓരോ സംഭവങ്ങൾ കേട്ടാൽ നിങ്ങൾ കളി കഴിയും. അതായത് ആ ചെറിയ ഏജിൽ കിട്ടേണ്ട സംഭവം കിട്ടാണ്ടിപ്പോൾ ചെറിയ ഏജിലെ ഓരോ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഉറങ്ങൂല വീട്ടിൽ പോയിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പേടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 4 സ്റ്റൈൽസ് ഓഫ് പാരന്റിങ് പഠിച്ചിരിക്കണം, മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയുന്നത്. എതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് പാരന്റിങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരന്റ് സെന്റേർഡ് പാരന്റ്, സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയും. അതായത് ഞാനിവിടെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോളാം, അത്ര ഇങ്ങോട്ടില്ല, എല്ലാം കേട്ടോളാം, അനുസരിച്ചോളാം. അതായത് അവർക്ക് ഒന്നിനും അവിടെ ഒരു ഓപ്ഷൻ ഇല്ല ഡിസിഷൻ എടുക്കാൻ. എന്താന്ന് പറയുക, കുട്ടികൾക്ക് അവർക്ക് ഫെയിലിയർ ആണ് വരുന്നത്. ഒന്നും അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം മക്കൾ സൂസൈഡിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ല. സൂസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്നത് അത് ശരിക്കും നമ്മൾ അതിന്റെ പിന്നിലെ കുറിച്ച്, അതായത് ആ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. കുട്ടി വലിയ വീട്ടിൽ നിൽക്കുന്നത്, നല്ല സാമ്പത്തികം ഉണ്ട്, എല്ലാം ഉണ്ട്, ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്,
അല്ല ഉണ്ട്, അങ്ങനെയല്ല. അവരറിഞ്ഞിട്ടും ഇത്രയും അറിഞ്ഞിട്ടും അതിലേക്ക് പോകുന്ന കാരണം എന്താണ്? പാരന്റിങ്ങിൽ വരുന്നത് എന്താണ്? എല്ലാം കർശന. കുട്ടിക്കൊരു അവസരം കൊടുക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ കുട്ടി എന്താ ചെയ്യുന്ന, ഒരു പ്രശ്നം വരുമ്പോ അത് ഓവർകം അല്ല ചെയ്യാൻ നോക്കണ്ടേ നമ്മള്? ഇങ്ങനെ ആ പിന്നെ പടി കിടക്കണ്ടേ, അവിടെ എങ്ങനെ നോക്കാം, അവരെ എങ്ങനെ എസ്കേപ്പ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. എസ്കേപ്പ് ലാസ്റ്റ് എന്നാണ് അവിടെ അവരെ എന്താണ് തിങ്കിങ്ങിന്റെ ആ കപ്പാസിറ്റി അവിടെ വർക്ക്ഔട്ടാണ്. അപ്പോഴാണ് സൂസൈഡിന്റെ ബ്രേക്കൊക്കെ പോകുന്നത്. ഇതൊക്കെ എത്ര മക്കളാണ് സൂസൈഡ്? ഒരു ഫോൺ ഒത്തിരി നിസ്സാരമായിട്ടാണ്, ചെറിയ കാര്യത്തിന് വലിയ കാര്യമല്ല എന്നെങ്കിലും വിചാരിക്കാം. ചെറിയ കാര്യം വരുമ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അവർക്ക് സ്വന്തം ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, വീടെടുക്കാൻ പറ്റില്ല, നല്ല മാർക്ക് കിട്ടില്ല. ഇവിടെ എന്താ ഈ ഒരു പാരന്റിങ്ങിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ്സിന് അവരുടെ റെപ്യൂട്ടേഷൻ, അതായത് എന്റെ നിലയിൽ വരാൻ വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ മക്കളോട് കൽപ്പനയാണ്, നമ്മൾ പറയുന്നത് നീ ചെയ്യണം. ഇപ്പൊ കൂടുതൽ ആൾക്കാർക്ക് എന്ത് വേണം, വീട്ടിലൊരു ഡോക്ടർ വേണം. അല്ല, ആ കുട്ടിക്ക് അതിനോടുള്ള പാഷൻ ഉണ്ടോ എന്ന് നോക്കണം. ആ കുട്ടി ഇഷ്ടമില്ലാണ്ട് പോയി പഠിച്ച് ചിലപ്പോൾ മാർക്കെല്ലാം കിട്ടി പഠിച്ച് ഡോക്ടർ ആയിട്ടുണ്ടാവും. അവിടെ വരുന്ന എല്ലാ ചികിത്സ വരുന്ന എല്ലാ കേസും ഫെയിലർ ആയി. കാരണം ഏതൊരു പ്രൊഫഷണലിലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് പാഷൻ വേണം. ഞാനിപ്പോ ഒരു കൗൺസിലർ അല്ലെ, സൈക്കോളജിസ്റ്റാണ്. അപ്പൊ ഞാനിപ്പോ സർട്ടിഫിക്കറ്റ് എടുത്താൽ ആരോടും അറിയാം സൈക്കോളജിസ്റ്റാണ് അല്ലെ. എന്റെ മുമ്പിൽ ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി എന്റെ മുമ്പിൽ വരുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് എനിക്ക് കൗൺസിലിങ്ങിനോട് ഇഷ്ടമില്ലെങ്കിൽ, പാഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിനോടൊരു താല്പര്യം തോന്നില്ല, അല്ലാണ്ട് പ്രൊഫഷണലിനോട് താല്പര്യം തോന്നില്ല, ആ കാര്യത്തിനോട് എന്താണ് ആ കാര്യം. അവരെന്റെ മുമ്പിൽ വന്നിരുന്ന ആ കാര്യം എനിക്ക് കേൾക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ ഉണ്ടാവണം. അതില്ലെങ്കിൽ അവർ വന്നത് വേസ്റ്റ് ആയില്ലേ? വെറുതെ ആൾക്കാർക്ക് പോയി പൈസ വാങ്ങി പോയി തീർന്നു. അവിടെ അവർക്ക് എന്താ റിസൾട്ട് കിട്ടിയത്? ഒന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നത് അവരുടെ പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഡോക്ടറാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് അയക്കുന്ന എത്രയോ മക്കളുണ്ട്. അവർക്ക് ലാസ്റ്റ് എന്താക്കുന്നത്, ലാസ്റ്റ് കഴിഞ്ഞ മാസം വന്നതാണ് കുട്ടിക്ക് 99% മാർക്ക് കിട്ടിയിട്ടുണ്ട് നീറ്റിന്. എന്നിട്ട് എഴുതി വെച്ചിട്ട് മരിക്കുകയും ചെയ്തത്. അതിൽ തന്നെ മനസ്സിലാക്കിയാൽ പോരെ, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് അല്ലെ. ഇതന്നെയാണ് മിക്ക വീടുകളിലും പല പ്രശ്നങ്ങൾ. അതായത് കുട്ടിക്ക് എന്തിനും ഒന്നുമില്ല, അതായത് കുട്ടി ഒരു നല്ല കാര്യം പറഞ്ഞാൽ എന്തിനോട് തന്നെ കുട്ടിക്ക് എന്തിനോട് താല്പര്യം ഉണ്ടോ, അത് പറയുമ്പോൾ പറയാം അത് കേൾക്കാൻ പറ്റില്ല. ഇല്ല, നമ്മൾ പറയുമ്പോൾ എന്ത് കേട്ടോ. അപ്പൊ അങ്ങനെ പാരന്റ്സ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ നമ്മുടെ മക്കളെ എത്തിക്കാൻ പറ്റില്ല. രണ്ടാമത് പെർമിസിവ് എന്ന് പറയുന്ന പാരന്റിങ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്താലും ശരി, നീ എന്തൊക്കെ ചെയ്യും, എന്തായാലും നമുക്ക് കുഴപ്പമില്ല, കുട്ടിക്ക് ശരിയെന്ന് തെറ്റുണ്ടേ മനസ്സിലാവും. എന്താ ശരി, സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ശരി. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. നമുക്ക് ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ല. കുട്ടി തോന്നുന്ന പോലെ വണ്ടി എടുക്കും, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത് പറയും. അന്നേരം അത് എന്താണ് എൻകറേജ് ചെയ്യാൻ പാരന്റ്സ് എങ്ങനെ കുട്ടിക്കാലം എന്താ ശരി തെറ്റും ശരിയെന്നല്ല പ്രോത്സാഹിപ്പിക്കുന്നതാണ് പാരന്റ്സ്. തൊട്ടേക്ക് കൊടുത്തേക്ക് ആടെ തിരുത്തലുകളില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു, കുട്ടികൾക്ക് എന്താണ് ശരിയെന്നുള്ള ചൂസ് ചെയ്യേണ്ട കപ്പാസിറ്റി അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. മൂന്നാമത്തത് നെഗ്ലെക്റ്റ്ഫുൾ, അബാൻഡൻ എന്ന് പറയും, നെഗ്ലെക്റ്റ്ഫുൾ എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഒന്നും ഒരു പ്രോത്സാഹിപ്പിക്കില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുറ്റപ്പെടുത്തുക, ഒന്നിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കൂല. ആ കുട്ടിയെ നിങ്ങളൊന്ന് വരച്ചുകൊണ്ട്, ഒരു കുട്ടിക്ക് കൂടുതൽ കഴിവ് എന്തുകൊണ്ടായിരിക്കും, വരക്കാനായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകും. കുട്ടി ഒന്ന് വരച്ചിരിക്കും, ആ പോട്ടെ നിങ്ങൾക്ക് അക്ഷരത്തിന്റെ ഇഷ്ടം അങ്ങനെ തൊട്ടേക്കും അടുത്തേക്കും അങ്ങനെ. അപ്പൊ ആ കുട്ടി മയക്കുമരുന്നിലും അതിലൊക്കെ പോകുന്നില്ല, മോശത്തിലൊക്കെ പോകുന്നത് വിൽക്കുന്നില്ല. അപ്പൊ എന്താ അവര് ചിലപ്പോൾ വീട്ടിന്റെ ആക്സെപ്റ്റൻസ് എക്കാലത്തൊക്കെ കൂടുതൽ കുട്ടികൾ പോകുന്നില്ല, പ്രണയത്തിലേക്ക് പോകുന്നില്ല മക്കള്. കാരണം കിട്ടാത്തത് വേറൊരു കിട്ടുമെങ്കിൽ കുട്ടിയുടെ കാര്യം മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർ വരെ ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഭാര്യ കിട്ടുന്നത് ഭാര്യ കൊടുക്കുന്നില്ല. അപ്പൊ എന്താ അങ്ങനെയുള്ള കണ്ടീഷൻ. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ലാസ്റ്റ്
ലാസ്റ്റ് വന്ന് പറയുന്നത് ഏതോ ഒരു ഡേറ്റിലാണ് ഫസ്റ്റ് വന്നത്, ഏതോ ഒരു ഡേറ്റ്. അതാണ് ഏറ്റവും ബെസ്റ്റ് പാരന്റ്. വളരെ വ്യക്തമായിട്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മളെ വളർത്തുന്നത്. ഹിസ്റ്ററി അടക്കം എങ്ങനെയാണ് ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ് പാരന്റിങ്. എന്താണ് ശരിയും തെറ്റും, അതായത് ഒരു കുട്ടിയുടെ തെറ്റ് എന്താണെങ്കിൽ കുട്ടി വെറുതെ വഴക്ക് പറഞ്ഞിട്ടും കാര്യമില്ല, മോനെ അത് എന്നതാണ് പ്രശ്നം മനസ്സിലാക്കി ചോദിക്കണം. ഇന്നതാണ് ശരി, അത് പറഞ്ഞു നീ ഇന്ന് ചെയ്യണം, അങ്ങനെയല്ല. അതിന്റെ എന്താണ്, അതിന്റെ ബിഹൈൻഡ് എന്താണ് ഇരുന്ന് ഡിസ്കസ് ചെയ്യണം. എത്ര ആൾക്കാർ ക്വാളിറ്റി ടൈം പറഞ്ഞിട്ട് ഡ്രസ് അറിയാം. ക്വാളിറ്റി ടൈം വരുമ്പോൾ ഫാമിലി ടൈം പണ്ട് നമുക്കൊക്കെ ഉണ്ടായി. നമ്മളുടെ പണ്ട് തറവാട്ടിലുള്ള സമയത്തൊക്കെ ഉണ്ടായി. ഒറ്റപ്പെട്ടിട്ടെല്ലാം വളരെ കുറവാണ്. ആ സമയത്ത് എല്ലാവരും ഉമ്മമാരും മക്കളും ഒരു രസം തന്നെ വേറെ. ഇന്ന് എത്ര വീട്ടിലതുണ്ട്, മഷറും ഉണ്ട്. ശരിക്കും നമ്മളത് എന്തായാലും സെലക്ട് ചെയ്തേ പറ്റും. നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങളാണെങ്കിലും പഠിച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്താണ് ഇപ്പൊ എല്ലാവരും കയ്യിൽ ഫോണുണ്ട്, ഫോണില്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ. ഗ്രൂപ്പിൽ റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യ ഇങ്ങനെ ആവണം, ഉമ്മ ഇങ്ങനെ ആവണം, മക്കൾ എല്ലാം കാണുന്നുണ്ട്, എല്ലാവർക്കും അടിച്ചേ കാണുന്നുണ്ട്. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. വീട്ടിൽ അവസ്ഥ എന്റെ പ്രത്യേകം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭയങ്കര പുള്ളി സ്നേഹമുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും സ്നേഹവും മക്കളോട് സ്നേഹവും എല്ലാം ഉണ്ട്. പക്ഷെ ഈ മക്കൾ എപ്പോഴും കാണുന്നത് എന്താണ്, അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതോ ഒരു നല്ലത് പറയുന്ന ഈ മക്കൾ കാണുന്നില്ല, വളരെ കുറവാണ്. അതുകൊണ്ട് മക്കളും അങ്ങനത്തെ മക്കളെന്ന് വെച്ചാൽ മക്കൾ കണ്ടിട്ടാണ്. അതായത് 3 ടൈപ്സ് ഓഫ് കുട്ടികൾ എങ്ങനെയാണ് നോളേജ് എക്വയർ ചെയ്യുന്നത് എന്നുള്ളത് 3 ടൈപ്പിലാണ് ഉള്ളത്. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മൾ ഈ പാരന്റിങ് ഏകദേശം നമ്മുടെ മൈൻഡിൽ വെക്കുക. 4 ടൈപ്സ് ഉണ്ട്. അത് നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കുക, നമ്മൾ ഏത് ടൈപ്പാണ്, ഇതിൽ ഏത് ടൈപ്പാണ് ഞാൻ, എങ്ങനെയുള്ള ഉമ്മയാണ്, എങ്ങനെയുള്ള ഉപ്പയാണ് എന്നുള്ളത് ഓരോരാൾ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതിൽ 3 ടൈപ്സ് ഓഫ് കുട്ടികൾ എങ്ങനെയാണ് നോളേജ് എക്വയർ ചെയ്യുന്നത്. ഒരു കോൺസെപ്റ്റ് ഉണ്ടോ, കുട്ടികൾക്ക് ഓരോ കോൺസെപ്റ്റ് ഉണ്ടോ. എല്ലാവർക്കും ഒരു ഉമ്മക്ക് 4 മക്കളുണ്ടെങ്കിലും ആ കുട്ടികൾ അറിവ് എക്വയർ ചെയ്യുന്നത് നേടുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ മെന്റാലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അതിന് ബാക്ക് എന്ന് പറയാം VAK. V വിഷ്വൽ, A ഓഡിറ്ററി, പിന്നെ K ഡിജിറ്റൽ. ഈ 3 വിഭാഗം 3 പാർട്ടായിട്ടാണുള്ളത്. അപ്പൊ ചില കുട്ടികൾ എങ്ങനെയാണ് വിഷ്വൽ ആയിട്ടായിരിക്കും കണ്ടതാണ് പഠിക്കണം, എങ്ങനെ ചെയ്യണം. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മളറിയാം. നമ്മൾ വിചാരിക്കുന്ന മക്കളുടെ വരുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നതാക്കുന്നുണ്ട്. പക്ഷെ അവരെ എത്ര പേർക്ക് പറയാൻ പറ്റും നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല? എത്ര പേർക്ക് പറയാൻ പറ്റും? യൂസ് ചെയ്യണം. വേറെ ആരും ഇല്ല. അപ്പൊ ഈ 3 പാർട്ടിൽ ഏതാണ് നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എന്നാൽ മാത്രം നമുക്ക് ആ കുട്ടിയെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ആ കുട്ടി ഒന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഏത് മക്കളും ആഗ്രഹിക്കുന്നുണ്ടാവും. എല്ലാ ഉമ്മമാർക്കും സ്വപ്നങ്ങളുണ്ടാവും. അപ്പൊ ആർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ സ്വപ്നത്തിനാണോ മക്കളെ സ്വപ്നം.
കുട്ടികളെല്ലാവരും കണ്ട് പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുന്നത് വേഗം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഭക്ഷണം കുട്ടികളുടെ ശരീരത്തിനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഒരു കോൺസെൻട്രേറ്റ് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന മക്കൾക്ക് ഇങ്ങനത്തെ പാരമ്പര്യത്തിലാണ് കിട്ടിയത്. അതുകൊണ്ട് അവർക്ക് എന്തായാലും ലൈഫിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ നമ്മളെന്താക്കാം, വീട്ടിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി ഇപ്പോഴേ നമ്മളിവിടുന്ന് കേട്ടിട്ട് ഉപേക്ഷിച്ച് പോയെങ്കിൽ നമ്മൾ നാളെ പറ്റിയത് എന്തായാലും കേൾക്കും. അത് ഉറപ്പാണ്. അന്ന് ഇത് ചെയ്യാൻ തുടങ്ങിയെങ്കിലോ, കാരണം ഇപ്പൊ എന്തായാലും സ്റ്റേജ് ലേറ്റ് തന്നെയാണ്. എന്നാലും നമ്മളിപ്പോ തുടങ്ങിക്കാൻ ഒരു പരിധി വരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. ആ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് വീട്ടിലെ കൗൺസിലർ ആവാം, ഉമ്മയും ഇനി ഓരോ മീറ്റിങ്ങിലും ഇതുപോലെ വരുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് വേണം ഒന്നിച്ചിട്ട് ഭാര്യമാരും ഭർത്താക്കന്മാർ രണ്ടുപേരുമാണ്. എന്നാലും ഒരു കുട്ടിയെ മൊത്തത്തിൽ മോൾഡ് ചെയ്ത് ഇപ്പൊ ഗൾഫിലുണ്ടാവും. അതായത് ഇന്നിവിടെ നമ്മുടെ ഇത്ര പേരെ വന്നു നിങ്ങൾ ഭാഗ്യന്മാരെന്ന് വിചാരിക്കാം. നമുക്ക് ഈ കാര്യം അറിയിക്കുന്നായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇനി ഇന്ന് മുതൽ നീയത്തെടുക്കുക. അതായത് ഈ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഏതാണ് ഞാൻ ചെയ്യാത്തത് അത് ഞാൻ ഇന്ന് മുതൽ സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ പുതിയൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. എൻ്റെ കുട്ടിയിലും മാറ്റങ്ങൾ വരുത്തുക. അവരെ കൂടെ ഒന്നിച്ച് നമ്മൾ എപ്പോഴും ഉണ്ടാവണം. തെറ്റും ശരിയും എന്താണ് നമുക്കൊന്ന് വേർതിരിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇന്ന് വരാത്ത കുട്ടികൾ ഇത്രയും പാരന്റ്സ് വന്നു, ആ വരാത്ത കുട്ടികളെ മൈൻഡ് എന്തായിരിക്കും അത്രയും ആ വാല്യൂ ആ പഠനത്തിനുണ്ട്. മനസ്സിലാക്കി? കാരണം ആ കുട്ടികൾ കാണുന്നുണ്ട് ഈ സെയിം പാരന്റ്സ് സ്കൂളിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വന്ന ആൾക്കാർ ഇനിയും മീറ്റിംഗ് ഉണ്ടാക്കാൻ ഭയങ്കര കാര്യമാണ്. വെറുതെ മദ്രസയിൽ അയച്ചു ഞാൻ പണി തീർന്നു. ടീച്ചേഴ്സ് നോക്കിക്കോളും. ടീച്ചേഴ്സ് അവരെ പണി ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മളെ പണി ചെയ്യണം. എല്ലാവരും ഈക്വലി ഒറ്റക്കെട്ടായി നിന്ന്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് കുട്ടിയോട് ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ ആ കുട്ടിയും കൂടി ഇരിക്കും. കുട്ടിയാണ് സെന്റേർഡ്, നമ്മളല്ല. കുട്ടിയുടെ ഫസ്റ്റ് അവർക്ക് എന്താണ് ആഗ്രഹം, അവരുടെ എന്താണ് മെന്റാലിറ്റി നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മാറണം. അതായത് കാണുന്നതിൽ വാങ്ങി കൊടുക്കണം, കാണുന്നതിൽ ചെയ്തു കൊടുക്കണമെന്നല്ല. അവിടെ നമുക്ക് തിരുത്തിയും മനസ്സിലാക്കി കൊടുക്കാൻ അവരെ സാധിക്കണം. പക്ഷെ അവന് നല്ലതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലാത്ത പിന്നീട് നമ്മൾ പാടുകയും ഏതെങ്കിലും ഉപ്പാർക്കും അറിയാം നമ്മളെ മക്കളാണെങ്കിൽ ഓരോന്നിനെ പറ്റി പോകുന്നതിന് അറിയോ ആയി കഴിഞ്ഞിട്ടില്ല അറിയുന്നു. എൻ്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ മകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇത് സംഭവിച്ച് കഴിഞ്ഞിട്ട് അറിയാം കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് ആവാൻ, കാരണം ഞാൻ പറഞ്ഞില്ല നമ്മുടെ കയ്യിലാണ്. നമുക്ക് ധൈര്യത്തിലിരിക്കാം എൻ്റെ മകൻ അങ്ങനെ ആവില്ല, എൻ്റെ മകൾ അങ്ങനെ ആവില്ല. പക്ഷെ നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർഡ് ആവുക. ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്